സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന കാലാവസ്ഥാ വകുപ്പ് ഇന്ന് 7 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. അതേസമയം തീരദേശ മേഖലകളിൽ തീരദേശ കർണാടകയ്ക്ക് മുകളിൽ മറ്റൊരു ചക്രവാത ചുഴി രൂപപ്പെട്ടു എന്നും മനസ്സിലാക്കുന്നു. വിവരങ്ങൾ നൽകാൻ മാനസ മനോജ് ചേരുന്നുണ്ട്. മാനസ, സംസ്ഥാനത്ത് അടുത്ത 5 ദിവസത്തേക്ക് മഴയ്ക്ക് സാധ്യതയെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് വരുന്നു. അതോടൊപ്പം തന്നെ കർണാടകയ്ക്ക് മുകളിൽ മറ്റൊരു ചക്രവാത ചുഴിയുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. വിവരങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായും അഞ്ജന, കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് പ്രകാരം അടുത്ത 5 ദിവസം ശക്തമായ മഴ കേരളത്തിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. ഇന്ന് 7 ജില്ലകളിലാണ് യെല്ലോ മുന്നറിയിപ്പ് ഉള്ളത്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ മുന്നറിയിപ്പ് ഉള്ളത്. അതോടൊപ്പം തന്നെ നാളെയും മറ്റന്നാളും ആയും ഇത്തരത്തിൽ മഴ മുന്നറിയിപ്പ് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത് മധ്യ വടക്കൻ ജില്ലകളിലാണ്. അതുകൊണ്ട് തന്നെ മധ്യ വടക്കൻ ജില്ലകളിൽ മഴ ശക്തമാകുമെന്ന മുന്നറിയിപ്പ് തന്നെയാണ് നൽകുന്നത്. നിലവിൽ ഈ റായലസീമയ്ക്ക് മുകളിൽ ചക്രവാത ചുഴി നിലനിൽക്കുന്നുണ്ട്. മറ്റൊരു ചക്രവാത ചുഴി തീരദേശ കർണാടക മുകളിലായും സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇതിന്റെ സ്വാധീന ഫലമായാണ് അടുത്ത 5 ദിവസം ഇത്തരത്തിൽ വ്യാപക മഴ ലഭിക്കാൻ കാരണമാകുന്നത് എന്നതാണ് വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ ഇടിമിന്നലോടുകൂടിയ ശക്തമായ കാറ്റിനും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന കാറ്റിനാണ് സാധ്യതയെന്നും വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന അറിയിപ്പും നൽകുന്നുണ്ട്. നിലവിൽ ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഉയർന്ന തിരമാലയ്ക്കും അതോടൊപ്പം തന്നെ കടലാക്രമണത്തിനും സാധ്യതയുണ്ട് എന്നാണ് അറിയിച്ചിരിക്കുന്നത്. തീരദേശവാസികളും മലയോര മേഖലയിലുള്ളവരും അതീവ ജാഗ്രത പുലർത്തേണ്ട സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. ഒപ്പം തന്നെ മത്സ്യത്തൊഴിലാളികൾക്കും നിർദ്ദേശം നൽകിയിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. മാനസ മനോജാണ് വിവരങ്ങൾ നൽകിയത്.